ബസ്സിലേക്ക് വീട്ടിൽ പോകാൻ സമയമില്ല. ഫയൽസ് നോക്കി ഉറങ്ങിപ്പോയതറിഞ്ഞു. ആ പോലെ ഞാനിതാ വരുന്നു. ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഇവിടെ പോലീസ് പുറത്തുണ്ട്. അത്യാവശ്യമായി എനിക്ക് കാണണം. അതൊക്കെ താൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തോ. ഓക്കെ? ഇത് നോക്കിയേ, നമ്മുടെ സമീറയ്ക്ക് ഏതോ വക്കീൽ നോട്ടീസ്. ഓ, ഇത് കോട്ടയത്തിന്റെ നോട്ടീസാണല്ലോ. ഇത് ബാംഗ്ലൂരിലെ ഇവരുടെ ഫ്ലാറ്റിന്റെ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നുള്ള ഓർഡറിന്റെ കോപ്പിയാ. ഓ, എക്സ് പാർട്ടി വിധിയാകാതിരിക്കാൻ നേരിട്ട് ഹാജരാകണമെന്നാണ്. മോളിതിന്റെ അവധിക്കൊന്നും ഇതുവരെ കോടതി പോയിട്ടില്ലേ? ഇല്ല, കഴിഞ്ഞ തവണ പോവാനിരുന്നപ്പോഴായിരുന്നു എക്സാം. ഇതിപ്പോ പോകാതിരുന്നാൽ കുഴപ്പമാവൂലോ. നാളെയാണ് ഡേറ്റ്. രാവിലെ 11 മണിക്ക് കോടതിയിൽ ഹാജരാവണം. എന്ത് ചെയ്യും? ഓ, അത് പോട്ടെന്ന് വെക്കണം. അല്ലാതെ പിന്നെ അത്രയും ദൂരം പോകാൻ ഒക്കോ? അതും ഈ പ്രശ്നങ്ങളുടെ നടുവിൽ. നീ മണ്ടത്തരം പറയില്ലേ? 1-2 രൂപയുടെ മുതലല്ല, ചുരുങ്ങിയത് 5 കോടി രൂപയെങ്കിലും വില വരുന്ന മുതലാ. ഇവരുടെ ഡാഡി ഇതറിഞ്ഞാ പിന്നെ അത് മതി അടുത്ത അറ്റാക്കിന്. മറ്റാരെങ്കിലും പോയാ പോരെ? സമീറ തന്നെ വേണോ? അതുമല്ല, ഇവളല്ലേ ഫ്ലാറ്റിന്റെ രജിസ്റ്റേർഡ് ഓണർ. അപ്പൊ ഇവള് തന്നെ പോണം.
നാളെ എനിക്കാണെങ്കിൽ കോടതിയിൽ നിന്ന് മാറാനും പറ്റില്ല. എന്ത് ചെയ്യും? ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല അങ്കിൾ, ഞാൻ പോയിക്കോളാം. ഞങ്ങളും കൂടി വരാം. നമുക്ക് ടാക്സി വിളിച്ച് പോവാം. വെറുതെ ടാക്സി ഒന്നും വേണ്ട. ഭ്രാന്ത് പറയുന്നോ? ഒന്നുകിൽ ട്രെയിൻ അല്ലെങ്കിൽ ബസ്, അത് മതി. ലിൻഡയുടെ മൊബൈൽ ശ്രദ്ധിക്കണം. അതിലെന്തെങ്കിലും മെസ്സേജ് വന്നാൽ ഉടനെ DIG മാഡത്തിനെ അറിയിക്കണം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ. Welcome back, madam. Let us follow you. Thank you. Okay, madam. ഹലോ ജെസി, ആരോ എന്റെ ഫ്ലാറ്റിനകത്തുണ്ട്. സമീറ, നീ പെട്ടെന്ന് മാഡത്തിന് വിവരം അറിയിക്കണം. ഓക്കെ. സമീറ, ഹലോ. പ്ലീസ്. സമീറ, ഹലോ ഹലോ ഹലോ. ആ CI എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. സമീറ, ക്വിക്ക്, ഇനി ഇവിടെ നിൽക്കരുത്. എത്രയും വേഗം തിരിച്ചു വരണം. ഫ്ലൈറ്റ് ആണ് ബെറ്റർ.